ഹലോ ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമുക്ക് ബാംഗ്ലൂർ പോവാം. പക്ഷെ അതവിടെ നടക്കട്ടെ, നമുക്ക് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടുകൊണ്ടിരിക്കാവേ. ഞാൻ ബാംഗ്ലൂർ ഫൈനൽ ഇയർ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലതാണ് ഞാൻ ആദ്യം ഇവിടുന്ന് ബാംഗ്ലൂർ കയറിയത്. എങ്ങനെയോ വീട്ടുകാരൊക്കെ ഇഷ്ടത്തിന് പഠിക്കാൻ പോയ കോഴ്സാണ്. +2 ശേഷം ഞാൻ വല്ല ഡിഗ്രിയൊക്കെ എടുത്ത് നാട്ടിൽ നിൽക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ എൻ്റെ അമ്മ ഒറ്റയൊരാളെ നിർബന്ധിച്ച് ബാംഗ്ലൂർ പറഞ്ഞു വിട്ടെ. ഒട്ടും ഇഷ്ടമില്ലങ്ങിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലം ബാംഗ്ലൂരാണ്. ഞാൻ കോഴ്സും കുറെ ഇഷ്ടപ്പെട്ടെന്നല്ല കേട്ടോ, ഇഷ്ടം കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടതാണ്. എന്തായാലും അന്ന് ബാംഗ്ലൂർ പോയതിനെ കൊണ്ട് എനിക്ക് കുറേയൊക്കെ മാറ്റങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിടാ. കാരണം എനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കാം, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ ഡിപ്പെൻഡ് ആയിട്ട് നോക്കാമെന്നൊക്കെ ഞാൻ കുറെ പഠിച്ചിട്ട്. അത് മാത്രമല്ല, നല്ല ക്ഷമയും നല്ലോണം സഹിക്കാനുള്ള ശക്തി ഈ ഒരു കോഴ്സ് നമ്മളെ പഠിപ്പിച്ചിരിക്കും. അതെന്തായാലും നമ്മളെ പഠിപ്പിച്ചിരിക്കും. ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ദൈവമേ ഇനി 3 വർഷം കൂടെ ഉണ്ടല്ലോ, എന്ത് ചെയ്യും, ഇനി എന്താ ഒരു പ്ലാൻ ഇല്ലല്ലോ, കാരണം 4 വർഷം എങ്ങനെ ഇവിടെ നിൽക്കും എന്നൊക്കെ വിചാരിക്കും. ഫൈനൽ ഇയർ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ ഇനി കോഴ്സ് കഴിഞ്ഞല്ല, ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, ബാംഗ്ലൂർ മിസ് ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുവേ. നമ്മളെ കൊണ്ട് ഇത് പറ്റുമെന്നേ. പുതിയ ലൈഫും പുതിയ സിറ്റുവേഷൻസും പുതിയ ആൾക്കാരും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി അവിടെ അഡ്ജസ്റ്റ് ആയി പോവാടാ. എന്നെ കൊണ്ട് പറ്റിയില്ല, അപ്പം നിങ്ങളെ കൊണ്ട് എന്തായാലും അവിടെ പറ്റിയിരിക്കും. അങ്ങനെ പറഞ്ഞു എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഏകദേശം ഇവിടെ തീരാറായി. അങ്ങനെ ഞാൻ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഞാൻ വീടിനോട് ടാറ്റ പറഞ്ഞത്. ഇതാണ് അന്ന് എനിക്ക് കുറെ മോട്ടിവേഷൻ തന്നെ ബാംഗ്ലൂർ പറഞ്ഞു വിട്ടു എൻ്റെ അമ്മ. അപ്പം എല്ലാവർക്കും ബൈ, ലവ് യു അമ്മ.